ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇടയ്ക്കിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പീസിനാണ് 1.99. വേണ്ട, സോളൊക്കെ ഉണ്ട്, എനിക്ക് തക്കാളി ഉണ്ട്, ഇത് കുക്കുംബർ വേണമായിരുന്നു. 88 സെൻറ്റ്. ഇത് കേടായി പോകുന്നു, ഇങ്ങനെ ഞൊങ്ങോ. ഇതിങ്ങനെ ഇത്രയും കാണാനൊരു ഗ്രീൻ ആണെങ്കിലൊരു ഞൊങ്ങ് കൊള്ളുന്ന പോലെ ഇരിക്കും. ഇച്ചിരി പൊട്ടെടുക്കുന്നതായിരിക്കും ഈ ഗൂർക്ക എടുക്കുമ്പോൾ നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെടുക്കാം, ഇതെന്നെ ഇഷ്ടപ്പെട്ടു. 88 സെൻറ്റ്. എനിക്ക് വേണം, വേണ്ട. ബോണ നമ്മുടെ ബീൻസാണ് ഇത്. ബീൻസ് ബോൺ 1.90. ഇപ്പം വല്ലാണ്ട് എഴുതും. പൈസ കൂടുതലാണ്, വേണ്ട. പൈസ കൂടുതലായിട്ടല്ല, അത് വേണ്ട. മല്ലിയില 99 സെൻറ്റ്. മല്ലിയില 99 സെൻറ്റ്. വേണ്ട. മാങ്ങ 1.9 വില കൂടുതലാണ്, വേണ്ട. കിഴങ്ങ് 2.49, വേണ്ട. 99 സെൻറ്റ് വേണോ? ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എണ്ണ കൂടുതൽ ഉപയോഗിക്കും. എണ്ണയൊക്കെ ഡേഞ്ചർ ആയതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളേതായാലും തീരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ബ്രെഡ് എനിക്ക് വേണ്ട. നെസ്കഫേ ഗോൾഡ്, പക്ഷേ ഇത് ഞാൻ മേടിച്ചത് എൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് തീർന്നിട്ടില്ല. ശരി, എനിക്ക് ഇതെല്ലാം നമ്മുടെ സോഫേജസിൻ്റെ സെക്ഷൻസാണ് കേട്ടോ. ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആക്ച്വലി ഇത് എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. പല തരത്തിലുള്ള സലാമീസ്, അതായത് സോസേജസ് ഇത് നമ്മുടെ
ടർക്കിയുടെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്, പോർക്കിൻ്റെ ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്, മീറ്റിൻ്റെ ഉണ്ട്, ലാമ്പിൻ്റെ ഉണ്ട്, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഉള്ള സാധനം വേണമെങ്കിൽ എൻ്റെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. മസാല വെച്ചിരിക്കുന്നതുണ്ട്. കയ്യിൽ നിന്ന് ഇറങ്ങി സാധനമൊക്കെ മേടിച്ചു. സാധനം കാണിച്ചു. ഞാൻ പെട്ടെന്ന് ഒരു ഷോപ്പിംഗ് ആയിരുന്നു. എനിക്ക് മുട്ട തീർന്നായിരുന്നു. അങ്ങനെ ഒരു സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അതുകൊണ്ട് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിയതാണ്. സാധനങ്ങളൊക്കെ എനിക്ക് കവറിനകത്ത് വെക്കട്ടെ. സൈക്കിളിനകത്താണ് ഞാൻ വന്നത്. അതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. മുട്ട അതിനകത്ത് സൈക്കിളിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബക്കറ്റ് ഉണ്ടെന്ന് തിരിച്ചു വെക്കട്ടെ. ബക്കറ്റ് അവിടെ തിരിച്ചുകൊണ്ടെന്ന് വെക്കണം. ആരും എടുത്തോണ്ട് പോയിരുന്നു മതി. ആക്ച്വലി അപ്പം നമുക്ക് പോവാം. നമ്മുടെ സാധനമൊക്കെ എടുക്കാം. താഴെ വീഴായിരുന്നാൽ മതി എല്ലാം കൂടി. അപ്പോൾ ഇടയ്ക്ക് തന്നെ ഇറങ്ങുവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കാണിക്കാതെ. വിശേഷമൊന്നുമില്ല, എന്തെങ്കിലും കുക്ക് ചെയ്യണം, അത്രയൊക്കെ തന്നെ. സൈക്കിൾ അവിടെ എത്തി. നമ്മൾ സാധനമൊക്കെ എടുത്ത് വെക്കട്ടെ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു സൈക്കിളിനകത്ത്. ഇനിയിപ്പോൾ പതുക്കെ അങ്ങോട്ട് നീങ്ങാം. വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ. അപ്പം ഞാൻ ഇടയ്ക്കിടെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുവാണ്. മണ്ടയാണ്, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ അങ്ങോട്ട് പതിയെ നടക്കുക. ക്രോസ് ചെയ്യുന്നിടം വരെ ജസ്റ്റ് ഞാൻ വിചാരിച്ച് അങ്ങോട്ട് നടക്കാം. നിന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. ഇന്ന് എനിക്ക് ഓഫാണ്. ഇന്ന് മൺഡേ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ഓഫാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാനൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതല്ല ആക്ച്വലി. ഇന്ന് സത്യത്തിൽ ഞാനിങ്ങനെ എഴുതുന്നു. അപ്പം എൻ്റെ മുട്ട ഇന്ന് നോക്കിയപ്പം തീർന്നു. പിന്നെ എന്നാൽ പിന്നെ പോയേക്കാം, ചുമ്മാ പോയി നോക്കാം എന്തെങ്കിലും ഇന്ന് ഓഫർ വല്ലതും ഉണ്ടോ. അങ്ങനെ എൻ്റെ മുടി ഉണ്ടോ മൊത്തം പൊട്ടി ആകെ. സത്യം പറഞ്ഞാൽ എൻ്റെ മുടി നാശമായി. നോക്കി കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഡ്രൈ ആയിട്ട് മുടിയെല്ലാം പോയി സത്യം പറഞ്ഞാൽ. ഏതായാലും ഇനി എന്തെങ്കിലും മുടിക്ക് എന്തെങ്കിലും ഇനി അറിയത്തില്ല. ഇനി ഏതെങ്കിലും കൺസൾട്ടേഷൻ വല്ലതും ചെയ്യണോ. നാട്ടിൽ വന്നിട്ട് ഇവിടെ കൺസൾട്ടേഷൻ വല്ലതും ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ ടെർമിനും കിട്ടാൻ പാടാ. എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ടെർമിനും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൊണ്ട് ഇവിടെ മെനക്കെടുന്നില്ല. നാട്ടിൽ വല്ലതും വന്നിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഗ്രീനായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നടക്കാനൊരു
ഒരു മൂഡുണ്ട്, നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ. ആക്ച്വലി ഇന്നലെ വർക്കിംഗ് ഡേ അല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഒരുപാട് ആളുകൾ നടക്കാൻ, അവരുടെ പെറ്റ്സിനെയും കൊണ്ടൊക്കെ നടക്കാൻ ഇറങ്ങുന്നതും സൈക്കിൾ ഓട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റിയേനെ. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇറ്റ്സ് റിയലി എ കാം ആൻഡ് വെരി പീസ്ഫുൾ ഡേ. ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്നിപ്പം ഇങ്ങനെ നടന്ന് പോകുന്നത്. നല്ല വെതറാണ് കേട്ടോ, ഒന്ന് അടിപൊളി വെതറാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, നല്ലൊരു വെതറാണ്. കുറച്ച് കാര്യങ്ങൾ പറയാതെ, നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്ന എനിക്കൊന്ന് വീട് കണ്ടുപിടിക്കാനാണെന്ന് തോന്നുന്നു. വീട് കണ്ടുപിടിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി എനിക്ക് തോന്നുന്നു പറഞ്ഞു കേട്ടെടുത്തോളം എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നേരിട്ട കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. ഇവിടെ ജോലി കിട്ടി വന്നവരല്ലാതെ ഇവിടെ വന്നിട്ട് ജോലി മീൻസ് ലാംഗ്വേജ് ഇല്ലാതെ ജോലി തപ്പി കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമില്ല, ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ട അറിവാണ്. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുമല്ല. ട്രൈ ചെയ്യുന്നവർ കീപ്പ് ഓൺ ട്രൈങ്. പക്ഷേ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർ ട്രൈ ചെയ്യാൻ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ബി കെയർഫുൾ. നമ്മുടെ പൈസ കൊടുത്തുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാര്യം നമ്മൾ 1-2 രൂപയൊന്നുമല്ല ഇതിനു വേണ്ടി ഓരോ ഏജൻസിക്കും അതിനും മുടക്കുന്നത്. ഒരു ചെറിയ എമൗണ്ടൊന്നും ആയിരിക്കത്തില്ലല്ലോ. 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഒക്കെ. എല്ലാ ഏജൻസിയെയും കുറിച്ചല്ല പറയുന്നത്. ഇതിനകത്ത് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ തട്ടിപ്പോട്ട് നടക്കുന്നത്. ഐ മീൻ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തുക, നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ട് നമുക്ക് ജോലി തരണം പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നിട്ട് വലയ്ക്കുന്നത് അതൊരു ബുദ്ധിമുട്ടല്ലേ. ആ ഒരു കാര്യമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിന് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അല്ലാതെ ഇവിടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ജെനുവിനായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ച് നമ്മുടെ കയ്യിലെ പൈസ പോകാതെ സേഫായിട്ട് അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ വീട് കണ്ടുപിടിക്കാനും ഭയങ്കര പാടാണ്. അത് ഞാനിവിടെ നിന്ന് അന്വേഷിച്ചതായതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം പറയുവാനായിട്ട്. ഞങ്ങൾക്ക് ഇനി ഈ ഒക്ടോബറിൽ ഞങ്ങളുടെ വീടിൻ്റെ കോൺട്രാക്ട് തീരും. അപ്പോൾ ഞങ്ങൾ വേറെ വീട്, ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ ആർബൈറ്റ് കേബർ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്ന വീടാണ്. അപ്പം ഞങ്ങളിനി ഈ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീട് കണ്ടുപിടിച്ച് മാറണം. അപ്പം അത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായെടുത്തോളം. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം. മീൻസ് കെയർഫുൾ അല്ല, ഞാൻ വേറെ ഏത് ചിന്തയിലായിപ്പോയി കേട്ടോ, സോറി. നമുക്ക് ഈ വീട് കണ്ടുപിടിക്കാനുള്ളത് ഓൺലൈൻ ത്രൂ നമുക്ക് ഈ വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുത്തെവിടെങ്കിലൊക്കെ വീടുള്ളവരുടെ അടുത്ത് ഈ അന്വേഷിച്ച് പറഞ്ഞ് ഓരോ ബ്രോക്കേഴ്സ് വഴിയൊക്കെ ഇല്ലേ. ഇവിടെ നമുക്ക് എല്ലാം ഓൺലൈൻ വഴിയാണ്. എല്ലാ ഓൺലൈനും ജെനുവിൻ ആണോയെന്നും എനിക്കറിയത്തില്ല. ഇമ്മോബിലിറ്റി, ഇമ്മോ സ്കൗട്ട്, അതൊക്കെ ജെനുവിനായിട്ടുള്ള ആപ്സാണ്. അപ്പം അതൊക്കെ അതുവഴിയൊക്കെ നമുക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്നും ഇവിടെ വീട് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതും ഒരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ലാംഗ്വേജ് നാട്ടിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കയറി വരുന്നതായിരിക്കും സേഫ് സൈഡ്. ഇവിടെ വന്നിട്ടുള്ള ലാംഗ്വേജ് പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ജയിക്കേണ്ടി വരും. അങ്ങനെ ഒരു അനുഭവമാണ്. എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കുറച്ച് മീൻസ് റിസൈനൊക്കെ ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത്. എന്നാൽ ചോദിക്കും, നാട്ടിൽ വെച്ച് ജോലിയും ക്ലാസ്സുമായിട്ട് പോകുന്നവരും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ക്ലാസ്സും ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നവരുണ്ട്. ഐ തിങ്ക് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഈസിലി ദെൻ വെൽ ആൻഡ് ഗുഡ്. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ ബെറ്റർ എപ്പോഴും നമ്മൾ സേഫ് സോൺ നോക്കി വേണമല്ലോ മുമ്പോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ വലിയ റിസ്ക് എടുക്കാതെ നമ്മൾ പഠിച്ച് പാസ്സായി വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ജോലിയുടെ കാര്യം അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുവാണ്. നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ BT കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആ കമൻറ്റ് ഒന്ന് പിൻ ചെയ്യാം. ഞാനത് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത വീഡിയോസിൽ ഞാനത് ഇടാമെന്ന്. നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നേഴ്സിംഗ് ഹോം ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാര്യം
ഹോസ്പിറ്റലിലെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. നേഴ്സിംഗ് ഹോം താരതമ്യേന കുറച്ച് കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനകത്ത് എല്ലാവരും ഒന്നും നേഴ്സിംഗ് കോഴ്സ് ഒന്നും പഠിച്ചതൊന്നുമല്ല. മീൻസ് ചിലരൊക്കെ ഈ ഫ്ലീഗയുടെ കോഴ്സ് പഠിച്ചവരുണ്ട്, അല്ലാതെ എല്ലാവരും ഒന്നും നേഴ്സിംഗ് കോഴ്സ് പഠിച്ചവരൊന്നും അല്ല. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി നേഴ്സിംഗ് ഒന്നും പഠിച്ച ആളൊന്നും അല്ല, എന്തോ മെക്കാനിക്കൽ എഞ്ചിനീയറോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ജോലിക്ക് വന്നപ്പോൾ പുള്ളിയോട് അവർ ആദ്യമേ പറഞ്ഞാലും നീ ഒരാഴ്ച വന്ന് നിന്ന് നോക്ക്, ജോലിയൊക്കെ നീ പഠിച്ച് കഴിഞ്ഞിട്ട് നീ നിനക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവനവിടെ കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവനവിടെ വന്ന് കുഴപ്പമില്ല, കുറച്ച് അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ അവന് നല്ലവണ്ണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വർക്കൊന്നും നല്ലവണ്ണം അവൻ്റെ വർക്കൊന്നും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു വിട്ടെന്നാണ് കേട്ടത്. കറക്റ്റായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ജോലി കിട്ടാതിരിക്കുകയൊന്നുമില്ല, ജോലിയൊക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ ഇത്രയും നാളത്തെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഭാഷ നല്ലതായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്യുന്നവർ ഇവരിവിടെ നിർത്തുന്നുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നവരിനകത്ത് ഈ കെയർ ടേക്കറിൻ്റെ കോഴ്സൊക്കെ 1-2 വർഷത്തേക്ക് പഠിച്ചവരാണ്. അങ്ങനെയുള്ളവർക്ക് ഫ്ലീ കെയർ ഹെൽപ്പറിനായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലീ കെയർ ഹെൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിനെ കൊണ്ട് എഴുന്നേൽപ്പിക്കുക, കുളിപ്പിക്കുക, നനപ്പിക്കുക, വലിയേൽപ്പിക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെ നടത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പിന്നെ ഈ കൂട്ടത്തിൽ എല്ലാവരും നടക്കുന്നവരായിരിക്കത്തില്ല, എല്ലാവർക്കും കുറച്ച് ഹെൽപ്പ് മാത്രം പോരാ. ചിലപ്പോൾ കിടപ്പ് രോഗികൾ കാണുമായിരിക്കും. അപ്പോൾ അവരെ അങ്ങോട്ട് എന്നതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ കുറച്ച് ഒരു 50 കിലോയോ 60 കിലോ ഉള്ളവരൊന്നും ആയിരിക്കണം എന്നില്ല, 100-120 കിലോ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ്. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം, ചിലർക്ക് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു അസുഖം ഇവിടെ കൂടുതലാണ്, ഡിമെൻഷ്യ അൽഷിമേഴ്സ്. അപ്പം ആ അസുഖം എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരാളുടെ സഹായം ഉറപ്പായിട്ടും വേണം. അപ്പം നമ്മൾ അവരെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യേണ്ട ആവശ്യമാണ്. മീൻസ് അവർക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവരല്ല. മീൻസ് ഇന്ന സാധനം ഇന്നതാണെന്നൊന്നും പല ടൈപ്പുണ്ട്. മീൻസ് ഒരു ബ്രഷ് കണ്ടു കഴിഞ്ഞാൽ അത് ബ്രഷാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഒരു ഫുഡാണെന്ന് വിചാരിച്ച് കഴിക്കാനൊക്കെ തോന്നും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഒരു ഹെൽപ്പ് എന്താണെങ്കിലും ആവശ്യമാണ്. അപ്പം അതാണ്. പിന്നെ ഞാൻ വീടെത്താറായി. ഇത്രയും നേരം ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ബോറടിച്ചൊന്നും എനിക്കറിയത്തില്ല. അയ്യോ, ഏതായാലും ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ട് എത്താറായി. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഏതായാലും ഇന്ന് നടന്നു വന്നാൽ എനിക്ക് ബോറടിച്ച് നല്ല രസമുണ്ടായിരുന്നു. വെതർ പൊളി വെതർ കേട്ടോ, അത്ര എക്സ്ട്രീം തണുപ്പും ഇന്ന് തോന്നിയില്ല എനിക്ക്. അത്യാവശ്യം വെയിലും ഉണ്ട്, നല്ല അടിപൊളി വെതറായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ നടക്കാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ. എനിക്ക് ചെന്നിട്ട് ഫുഡൊക്കെ വെക്കണം. ആ കാണുന്ന മരമില്ലേ, അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസിനൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ടൈപ്പ് ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ മരത്തിനകത്തുനിന്ന് വീഴുന്ന കായാണ്. അതോ ഇനി ഒരു പ്ലാസ്റ്റിക് കൊണ്ട് അതേ രൂപത്തിൽ ഉണ്ടാക്കുവാണോന്ന് അറിയത്തില്ല. എന്നിട്ട് ഇതിനകത്ത് ഞാൻ സൂം ചെയ്ത് പറ്റുമോ നോക്കട്ടെ, സൈക്കിളെല്ലാം കൂടെ താഴെ വീഴുമെന്തോ. കാണിക്കാം, കണ്ടോ, സൂം ചെയ്താൽ കാണിക്കാം. അതിനകത്തൊരു കാ കണ്ടോ നിങ്ങൾ? ആ കായാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസിനൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ആ ഒരു ടൈപ്പ്. ഞാൻ ഇനി താഴെ വീഴുവാണെങ്കിൽ ഒരു പ്രാവശ്യം കാണിക്കും. ഇപ്പോൾ താഴെ ഒന്നും വീണ് കിടപ്പില്ല. ഇവിടെ രാവിലെ എല്ലാവരും വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്, റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നവർ വന്ന് ക്ലീൻ ചെയ്തെല്ലാം കളഞ്ഞു. ഞങ്ങളുടെ ഇതെത്തി ആൽപ്പൻ റോസിൻ സ്ട്രാസെ 7911. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. ഈ ഒക്ടോബറിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫർത്തറാഗ് തീരുവാണ്. ഫർത്തറാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് തീരുവാണ്. അപ്പം നമ്മൾ ഒക്ടോബറിൽ തീരുവാണെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും
നമ്മൾ വീട് കണ്ടുപിടിക്കാൻ തുടങ്ങണം എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട് കിട്ടാൻ പാടായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് മേടിച്ച പിസ്സ നമ്മൾ നോക്കി ഞാൻ കാണിക്കേ. ഒരു പാക്കറ്റിനകത്ത് ഇതേപോലത്തെ 12 പീസാണ് വരുന്നത്. ഇത് ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ജസ്റ്റ് ഓവൻ വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത് ചീസൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. പഞ്ച് പാട സൂപ്പറായിട്ടുണ്ട് കേട്ടോ അത്. സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ഓൾ.